ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്നാക്ക് ടൈം കേരള. അപ്പോൾ ഇന്നൊരു തരിക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നോമ്പ് തുറക്കൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്നൊരു സാധനമാണ് ഇപ്പോൾ ഈ തരിക്കഞ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരുവിധം എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയുണ്ടാവും. ഓരോരുത്തർ ഉണ്ടാക്കുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഞങ്ങളെ രീതിയിൽ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ അറിയാത്തവർക്കായിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം വേണ്ടത് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാലിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു ബൗൾ സേമിയ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് റവയാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം റവ എടുത്തിട്ടുണ്ട്. നമ്മൾ തരിക്കഞ്ഞി ആയത് കാരണം റവ അത്യാവശ്യമാണ്. പിന്നെ വേണ്ടത് വെള്ളമാണ്. അപ്പോൾ മെഷറിംഗ് കപ്പിൽ നമ്മൾ അളന്നിട്ട് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് വെള്ളം. ആദ്യം തന്നെ വെള്ളം നല്ലപോലെ ഒന്ന് ചൂടാവാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് സേമിയ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സേമിയ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വറുത്ത സേമിയ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ സേമിയ വറുത്തിട്ടില്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. വറുക്കാത്ത സേമിയ എടുക്കണമെന്ന് വെച്ചാൽ അതൊന്ന് എന്താണെങ്കിലും ഒന്ന് വറുത്തെടുക്കുക. നല്ലപോലെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അല്ലെങ്കിൽ ആകെ കുഴഞ്ഞു പോവും. ഇത് നല്ലപോലെ വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഏകദേശം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. ആ പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി പാൽ നല്ലപോലെ തിളച്ച് വരണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്രത്തോളം മധുരമാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാ അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ റവ ഇട്ട് കൊടുക്കുന്നത്. റവ വറുത്ത റവ തന്നെയാണ്. റവ വറുത്തിട്ടില്ലെങ്കിൽ റവയും ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ രണ്ടും വറുത്തതാണ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 2 ടേബിൾ സ്പൂൺ റവയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. റവ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വറുത്ത റവ ആയത് കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് വേറൊരു പാനിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ കശുവണ്ടി കിസ്മിസ് നമ്മൾ പായസത്തിലൊക്കെ ചെയ്യുന്ന പോലെ കശുവണ്ടി കിസ്മിസും കൂടിയിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല നെയ്യിൻ്റെ മണം നല്ല ടേസ്റ്റ് ആട്ടോ. ഈ തരിക്കഞ്ഞിയിലേക്ക് നെയ്യിൻ്റെ മണം വന്നാൽ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു മണമൊക്കെയാണ് വരുന്നത്. ഇനി നമുക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടാനായിട്ട് കുറച്ച് ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ കുറച്ച് ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ തരിക്കഞ്ഞി ഓരോരുത്തർ ഓരോ രീതിയിലായിട്ട് ഉണ്ടാക്കൽ. ചിലർ സേമിയയും ചേർക്കാറില്ല, വെറും പാലും റവയും പാടെ മാത്രം വേവിച്ചെടുക്കുകയാണ് ചെയ്യൽ. ചിലവർ ഇതിൽ ചെറിയുള്ളി ഇടും. അധികം തരിക്കഞ്ഞിയിലെ റെസിപ്പി എന്ന് പറയുന്നത് ചെറിയുള്ളി തൂമിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കൽ. പക്ഷേ ഞങ്ങളിവിടെ ആർക്കും ചെറിയുള്ളിയുടെ ആ ടേസ്റ്റ്, തരിക്കഞ്ഞിയിൽ ചെറിയുള്ളിയുടെ ആ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അത് യൂസ് ചെയ്യാത്തത്. അപ്പോൾ ചെറിയുള്ളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ലാസ്റ്റ് ഈ ചെറിയുള്ളി ഒന്ന് തൂമിച്ച് ചേർക്കാം കേട്ടോ. അതും ടേസ്റ്റ് ചെയ്യാൻ തന്നെ പറയുന്നത്. പക്ഷേ ആ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അതൊന്ന് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള തരിക്കഞ്ഞിയാണ്. അപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷമൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവരെന്താണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ കൂടെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.